ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ ഇവിടെ ഈ SIT എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ഒരു എന്താണ് അന്വേഷണ സംഘത്തിന്റെ കൂട്ടായ്മയല്ല. ഈ പറയുന്ന എന്താണ് വസന്ത് സിംഗ് പറയുന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെന്ന് UDF കോൺഗ്രസും പറയുന്നതിൽ അതിൽ രാഷ്ട്രീയ മാർജിനുണ്ട്. ഇനി സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടെന്ന് വെക്കൂ, അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ വഴങ്ങാതിരിക്കാൻ തക്കവണ്ണം അമാനുഷികരോ സന്യാസി തുല്യ മാനസികാവസ്ഥ ഉള്ളവരോ ആണോ SIT? ശരി, ഇനി ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഈ പറയുന്ന ശമവും യമവും ഒക്കെ ശീലിച്ച് സന്യാസി തുല്യരായെന്ന് വെക്ക്. മജ്ജയും മാംസവും പൂർവാശ്രമത്തിലേതാണ്. ഹൈക്കോടതി മേൽനോട്ടം ഒരു കുടബോടെ നിൽക്കുന്നുണ്ടെങ്കിലും SIT കേരള പോലീസാണ് യുവരാജ് ഗോകുൽ. അത് പൂർണ്ണമായി നമുക്കങ്ങ് അവഗണിച്ച് സമ്പൂർണ്ണ ശുദ്ധരായ SIT, സമ്പൂർണ്ണ ശുദ്ധരായ ഡിവിഷൻ ബെഞ്ചിന് കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന SIT എന്നൊരു വിലയിരുത്തൽ നടത്തണോ? തീർച്ചയായിട്ടും അങ്ങനത്തെ അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. SIT നിലവിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെതായിട്ടുള്ള പരിപൂർണമായ സമ്മർദ്ദത്തിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോപൻ പറഞ്ഞല്ലോ, എന്താണ് SIT തങ്ങളുടെ കീഴിലല്ല എന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസത്തിലാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം. ഈ SIT നിങ്ങളുടെ കീഴിലല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് മാത്രം SIT ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുക്കാത്തത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് കൃത്യമായിട്ട് മാധ്യമങ്ങളിൽ എത്തിക്കുന്നുണ്ട്, മറ്റ് ആൾക്കാരെ വിളിക്കുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും SITയുടെ മേലെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ട് എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ടും ആ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ സഖാക്കൾ സ്വർണം കട്ടു എന്നുള്ളതിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും കൃത്യമായിട്ട് നിങ്ങളിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് അതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ ആ പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് പാളിയത് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് അമ്പേ പരാജയപ്പെട്ടതുകൊണ്ടാണ്. ഞാനതാണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞ, ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അമ്പേ പരാജയപ്പെട്ടതാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് പാളിപ്പോകാൻ കാരണം ജനപ്രതിനിധികളിലേക്കോ മറ്റു ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളിലേക്കോ എത്തിക്കാതെ ദേവസ്വം ബോർഡ് തലത്തിൽ തന്നെ ഇതിനെ നിർത്തി ഒരു 3-4 പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് അവർക്ക് സ്വാഭാവിക ജാമ്യം കൊടുത്ത് പിന്നീട് ഇവരാരുമല്ല തെറ്റുകാരെ ഏതെങ്കിലും 1-2 ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം കൊണ്ടെത്തിച്ച് രക്ഷപ്പെടാനായിരുന്നു നിങ്ങൾ ശ്രമിച്ചത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ തന്ത്രി അല്ല, ഈ തന്ത്രി എന്താ BJP-കാരനാണ്? എനിക്ക് മനസ്സിലായില്ല. തന്ത്രിയെ വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത്, തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാതിരുന്നത്. തന്ത്രിക്ക് പിന്തുണ കൊടുത്ത് ജയിലിലൊന്നും അല്ലല്ലോ പോയത്, തന്ത്രിയുടെ കുടുംബാംഗങ്ങളെയല്ലേ സന്ദർശിച്ചത്, തന്ത്രി കുടുംബത്തെയല്ലേ സന്ദർശിച്ചത്. സ്വാഭാവികമായിട്ട് അവർ ചെങ്ങന്നൂരിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ആ പ്രദേശത്തെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള സന്ദീപ് വചസ്പതി അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. അവരൊരു പ്രമുഖ കുടുംബമാണ്. ആ കുടുംബത്തെ പോയി കണ്ടു എന്നുള്ളതല്ലേ ഉള്ളൂ. അതിനകത്ത് എന്താണ് ഞങ്ങൾ ആരെങ്കിലും റോഡിലേക്ക് ഇറങ്ങിയോ? അങ്ങനല്ലേ? അതെ, പോറ്റിയുടെ കുടുംബത്തെ അല്ല, പോറ്റിയുടെ കുടുംബമല്ല, ശബരിമല പോറ്റിയുടെ കുടുംബമാണോ പ്രമുഖ കുടുംബം അല്ലയോ എന്നുള്ളതല്ല. തന്ത്രി കുടുംബം എന്ന് പറയുന്നത്, ശബരിമലയിലെ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് ആ വളരെ സുപ്രധാനമായിട്ടുള്ള, ഇപ്പൊ ഗുരുവായൂരിലെ തന്ത്രി കുടുംബമായിരുന്നാലും ശരി തന്നെയാണ്, മറ്റ് അതുപോലത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രി കുടുംബങ്ങളായിരുന്നാലും ശരി തന്നെയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിലെ ആൾക്കാരെ പോയി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് തന്ത്രിക്ക് പിന്തുണ കൊടുത്തിട്ട് ആരും ഇവിടെ ജയിലിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലല്ലോ. തന്ത്രിക്ക് പിന്തുണ കൊടുത്ത് ജയിലിൽ പോയി സന്ദർശിക്കാനൊന്നും ആരും തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ക്രിപ്റ്റ് അതിനകത്ത് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ജനങ്ങൾക്ക് വളരെ വ്യക്തതയുമുണ്ട്. ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ നവീൻ ബാബു അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്, കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ഒരു AD ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്നു ഒരു PP ദിവ്യ വിചാരിച്ചപ്പോൾ അത്രയും ഉന്നത തലത്തിലിരുന്ന ഒരു ഉദ്യോഗസ്ഥന് വരെ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ SITയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും വെറുപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ രീതിക്ക് മാത്രമേ ഈ അന്വേഷണത്തിന്റെ പോക്കും മുമ്പോട്ട് പോവുകയുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും 1-2 പേരിൽ ഒതുക്കി തീർക്കാം എന്ന് വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാവുകയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക്
നേരെ വിരൽ ചൂണ്ടിയാൽ നിങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടാൻ ഒരാൾ എന്നുള്ള തലത്തിലേക്ക് കൊണ്ടെത്തിച്ചതിന് ശേഷം നിങ്ങൾ ഇത് പൂട്ടിക്കെട്ടി പോകാനാണ് പോകുന്നത്. ഇത് സോണിയാഗാന്ധിയിലേക്കും എത്താൻ പോകുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മുന്നണിയുടെ നേതാവാണ്, INDI മുന്നണിയുടെ നേതാവാണ് സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധിക്ക് കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള തലത്തിലേക്ക് ഈ അന്വേഷണത്തിനെ കൊണ്ടെത്തിക്കുവാനുള്ള ധൈര്യം പിണറായി വിജയന്റെ സർക്കാരിനോ ഇല്ലാന്നേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.